അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ജയരാജനെ കൊണ്ടുവന്നത് ഞങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ജയരാജൻ ഇവിടെ വെച്ച് കുറെ പ്രഖ്യാപനം, ഈ കൊടിയെടുത്ത ശരിപ്പെടുത്തി കളിയും ഇവിടെ സഹാക്കൾ പറഞ്ഞു. ഗൂഢാലോചന സ്ഥാപിക്കാൻ വേണ്ടി ഇപ്പോഴും നിങ്ങൾ പോകണ്ട. അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ട് കാര്യമില്ല, അത് പൊളിഞ്ഞുപോയി. ഇനി വീണ്ടും നിങ്ങൾ ആ ശ്രമത്തിലേക്ക് തിരിയണ്ട. അതുകൊണ്ടൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? നമസ്കാരം. കേരളത്തെ ഞെട്ടിച്ച കൊലപാതകമായിരുന്നു TP ചന്ദ്രശേഖരൻ്റേത്. എന്തിനായിരുന്നു TP ചന്ദ്രശേഖരനെ കൊന്നത്? നമുക്കെല്ലാവർക്കും അറിയാം. പാർട്ടി മുതലാളിത്ത പാതയിലേക്ക് പോവുകയാണെന്നും പിണറായി വിജയൻ്റെ നേതൃത്വത്തിൽ ഒരു ബൂർഷ്വാ സംസ്കാരം പാർട്ടിയിലുടടുത്തെന്നും അങ്ങനെ കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടി അധപ്പതിച്ചു കൊണ്ടിരിക്കുകയാണെന്നും വ്യതിയാനം ഉണ്ടായിരിക്കുന്നുവെന്ന് പറഞ്ഞിട്ടാണ് TP ചന്ദ്രശേഖരൻ്റെ നേതൃത്വത്തിൽ ഒരു പാർട്ടി RMP രൂപീകരിച്ചത്. ഇതിനെക്കുറിച്ച് നമ്മുടെ TP ചന്ദ്രശേഖരൻ തന്നെ പറയുന്നത് കേൾക്കാം. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ് അദ്ദേഹം പറഞ്ഞിരിക്കുന്ന, ഹൃദയസ്പർശിയായി പറഞ്ഞിരിക്കുന്ന കാര്യം ഒന്ന് കേട്ടു നോക്കൂ. പിന്നെ ഇവിടെ ഒരുപാട് പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. അതിലൊന്ന് ഭീഷണിയാണ്. ഭീഷണി അവസാനം കൊണ്ടുവന്ന് കുറെ ജയരാജന്മാർ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ ഒരു ജയരാജൻ, ആദ്യം ഒരു കഴിഞ്ഞ ദിവസം ഒരു ജയരാജൻ, ഉത്തരത്തേഴ് വേറൊരു ജയരാജൻ. എന്താ ഈ ജയരാജന്മാരെ കൊണ്ടുവന്നാൽ പ്രശ്നം തീരുന്നതാണോ? ജയരാജൻ CPIM കേന്ദ്ര കമ്മിറ്റി മെമ്പറാണ്. അതുകൊണ്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഞാൻ പറയുന്നില്ല. ജയരാജനെ കൊണ്ടുവന്നത് ഞങ്ങളെയൊക്കെ ഭീഷണിപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. ജയരാജൻ ഇവിടെ വെച്ച് കുറെ പ്രഖ്യാപനം, ഈ കൊടിയെടുത്ത ശരിപ്പെടുത്തി കളിയും ഇവിടെ സഹാക്കൾ പറഞ്ഞു. ഞാൻ നേരത്തെ ചാനലുകാരോട് ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഇതിനെ സംബന്ധിച്ചുള്ള പ്രതികരണം ചോദിച്ചപ്പോൾ. എനിക്ക് ജയരാജനല്ല, ഏത് തമ്പുരാനായാലും ഏറാമലയിലെ മാർക്സിസ്റ്റ് പാർട്ടിയുമായി ബന്ധപ്പെടുന്നവരെ ഭയപ്പെടുത്താം എന്ന് ധരിക്കേണ്ടതില്ല. കേട്ടല്ലോ. എന്നാൽ പിണറായി വിജയൻ എന്താണ് ചെയ്തത്? അദ്ദേഹത്തെ വെട്ടി നുറുക്കി കൊന്നിട്ടോ അദ്ദേഹം യാതൊന്നും അറിയില്ല, രാമനായരാണ്, ഞങ്ങൾ പാർട്ടിയിൽ ആരെങ്കിലും ഇതിനകത്ത് പെട്ടിട്ടുണ്ടോ, CPM-ന് യാതൊരു പങ്കുമില്ല, സ്ഥിരം പല്ലവിയാണ്. നമുക്കറിയാം, ഒരു കൊലപാതകം നടന്നാൽ സാധാരണ പാരലായിട്ട് ചില പ്രതികളെ കൊടുക്കും. എന്നാൽ ഇവിടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണ കാലത്ത് ശക്തമായ രൂപത്തിൽ നടപടിയായി. എന്നാൽ യാതൊരു തെളിവുമില്ലാതെ നശിപ്പിക്കപ്പെട്ടതിൻ്റെ പേരിൽ പിണറായിൻ്റെ അടുത്ത് എത്തിയില്ല. എന്നാൽ ഓപ്പറേഷൻ സക്സസ് എന്നുള്ള പേരിൽ പിണറായി വിജയൻ അന്ന് കൃത്യമായിട്ട് ഒരു മെസ്സേജ് വന്നിരുന്നു, ഈ എളമര കരീമിന് വന്നിരുന്നു എന്നുള്ള കാര്യം അന്ന് കൃത്യമായി തന്നെ പുറത്തു വന്നിട്ടുള്ള കാര്യമാണ്. അങ്ങനെയുള്ള കാര്യത്തിൽ പിണറായി വിജയൻ പറയുന്നത് എന്താണെന്ന് നോക്കി നോക്കൂ. അതിൽ ഗൂഢാലോചനയെ പറ്റി അന്വേഷിക്കരുതെന്ന് പ്രത്യേകം അദ്ദേഹം പറയുന്ന വാചകം കൂടി കേൾക്കാം. അന്ന് അദ്ദേഹം പത്രക്കാരോട് പറഞ്ഞ ഭാഷ്യം പുഞ്ചിരിച്ചുകൊണ്ട് യഥാർത്ഥ പ്രതികളെയൊന്നും പിടികൂടിയിട്ടില്ല, ചില പരൽമീനുകളെ മാത്രമാണ് പിടികൂടിയപ്പെട്ടത് എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം നടത്തിയ പത്രസമ്മേളനം ശരിക്കൊന്ന് കേട്ടു നോക്കാം. ചന്ദ്രശേഖരൻ കൊല ചെയ്യപ്പെട്ടത് നിർഭാഗ്യകരമായൊരു സംഭവമായി ഞങ്ങൾ അന്നേ വ്യക്തമാക്കിയിരുന്നു. ആ സംഭവത്തിൽ പാർട്ടിക്ക് യാതൊരു പങ്കുമില്ല എന്നും ഞങ്ങൾ വ്യക്തമാക്കിയ കാര്യമായിരുന്നു. അതിനെക്കുറിച്ച് അന്വേഷണം നടത്തിയ പോലീസ് സംഘം ഒരു ഘട്ടം എത്തിയപ്പോൾ ഇതിനുത്തരവാദികളായവരെയെല്ലാം പിടികൂടി. അന്നത്തെ DGP, ഇപ്പോൾ അദ്ദേഹം അല്ല DGP ആയിരിക്കുന്നത്, അദ്ദേഹം പിരിഞ്ഞതാണ്. അന്നത്തെ DGP അന്വേഷണ സംഘവുമായി ചർച്ച ചെയ്തതിന് ശേഷം ഈ കൊല രാഷ്ട്രീയ കാരണങ്ങളാലുള്ളതല്ലെന്നും വ്യക്തിപരമായ കാരണങ്ങളാലുള്ളതാണെന്നും പരസ്യമായി പ്രസ്താവിക്കുകയും ചെയ്തു. ആ പ്രസ്താവന വന്ന ഉടനെ ചരിത്രത്തിലാദ്യമായി DGPയെ തിരുത്തിക്കൊണ്ട് ആഭ്യന്തരമന്ത്രി, അന്നത്തെ ആഭ്യന്തരമന്ത്രി ഇപ്പോഴില്ല, അന്നത്തെ ആഭ്യന്തരമന്ത്രി പ്രസ്താവന പുറപ്പെടുവിച്ചു. കേസ് അന്വേഷണം അവസാനിച്ചിട്ടില്ലെന്നും അന്വേഷണം തുടരുമെന്നും അദ്ദേഹം പ്രസ്താവിച്ചു. ആ അന്വേഷണത്തിൽ CPIM-നെ കൊടുക്കാനാണ് അന്വേഷണം വഴിതിരിച്ചു വിട്ടത്. അതിൻ്റെ മേലെ ഏറ്റവും കൂടുതൽ ആരോപിച്ചത് ഗൂഢാലോചനയായിരുന്നു.
CPIM നടത്തിയ ഗൂഢാലോചനയുടെ ഭാഗമായിട്ടാണ് ഇത്തരമൊരു കൊല നടന്നത് എന്ന് സ്ഥാപിക്കാനായിരുന്നു ശ്രമിച്ചത്. ഇതിൻ്റെ ഭാഗമായി കേസ് ചാർജ് ചെയ്തപ്പോൾ 76 പേരെ ഈ കേസിൽ പ്രതികളാക്കി. അങ്ങനെ പ്രതികളാക്കിയ 76 പേരിൽ കേസ് വിചാരണ നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കുറ്റപത്രം വായിക്കുന്ന ഘട്ടത്തിൽ തന്നെ 2 പേരെ ഒഴിവാക്കുന്ന നിലയെടുത്തു. കോടതി സ്വയമേവ 2 പേരെ ഒഴിവാക്കാൻ തയ്യാറായി. തുടർന്ന് KK രാഗേഷ് അടക്കമുള്ള പാർട്ടി സംസ്ഥാന കമ്മിറ്റി മെമ്പർ KK രാഗേഷ് അടക്കമുള്ള 15 പേര് നൽകിയ ഹർജിയുടെ മേലെ ഹൈക്കോടതി അവരുടെ നേരെയുള്ള എല്ലാ പ്രൊസീഡിങ്സും സ്റ്റേ ചെയ്യുകയുണ്ടായി. അപ്പോൾ അതിൽ കിടക്കുകയാണ് ഇപ്പോഴും ആ 15 പേര്. പിന്നെയും വിചാരണ നടന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ തുടർച്ചയായി തെളിവില്ലെന്ന് കണ്ടുകൊണ്ട് കാരായി രാജൻ ഉൾപ്പെടെ, കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ് കാരായി രാജൻ, കാരായി രാജൻ ഉൾപ്പെടെ 20 പേരെ ഈ കേസിൽ നിന്ന് ഒഴിവാക്കുന്ന നിലയെടുത്തു. അപ്പോൾ 20 പേരങ്ങനെ 15 പേര് സ്റ്റേ ചെയ്തതിലൂടെ 2 പേരെ നേരത്തെ തന്നെ കോടതി ഒഴിവാക്കിയത്. ആ 76-ൽ ഇത്രയും പേർ കേസിൻ്റെ ഓരോ ഘട്ടത്തിലായി ഒഴിവായി പോകുന്ന നിലയാണ് ഉണ്ടായത്. 36 പ്രതികളാണ് ഇപ്പോൾ കോടതി മുൻപാകെ ഉണ്ടായത്. ഈ 36 പ്രതികളിൽ ഇപ്പോൾ കേസ് കോടതി വിധി പറയുന്ന ഘട്ടത്തിൽ 12 പേർക്കെതിരെയാണ് കുറ്റം തെളിഞ്ഞതായി കോടതി പറഞ്ഞിട്ടുള്ളത്. ബാക്കിയുള്ളവരെ കോടതി വെറുതെ വിട്ടിരിക്കുകയാണ്. അങ്ങനെ വെറുതെ വിട്ടവരുടെ കൂട്ടത്തിൽ ഏറ്റവും അധികം പരാമർശ വിധേയനായ സഖാവ് മോഹനം മാസ്റ്ററും വിടുകയാണ്. സഖാവ് മോഹനം മാസ്റ്ററെ കാണിച്ചുകൊണ്ടായിരുന്നു CPIMന് ഇതിൽ പങ്കാളിത്തമുണ്ടെന്നും ഗൂഢാലോചനയുണ്ടെന്നും കോഴിക്കോട് ജില്ലാ കമ്മിറ്റി ആഫീസാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചത് എന്നുമെല്ലാമുള്ള പ്രചരണം വലിയ തോതിൽ അഴിച്ചുവിട്ടിരുന്നത്. നേരത്തെയുള്ള ഗൂഢാലോചന സ്ഥാപിക്കാൻ വേണ്ടി അങ്ങനെയുള്ള ശ്രമങ്ങൾ വരെ ഉണ്ടായിരുന്നു. എന്നാൽ മോഹനം മാസ്റ്റർ ഇപ്പോൾ കോഴിക്കോട് ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. അദ്ദേഹം കുറ്റക്കാരനല്ലെന്ന് കോടതി കണ്ട് വിട്ടയച്ചിരിക്കുകയാണ്. അതുപോലെ തന്നെ കൂത്തുപറമ്പ് ഏറിയ സെക്രട്ടറി സഖാവ് ധനഞ്ജയൻ, ആ സഖാവിനെയും കുറ്റക്കാരനല്ലെന്ന് കണ്ട് വിട്ടയച്ചിരിക്കുകയാണ്. KK കൃഷ്ണൻ, പടയങ്കണ്ടി രവീന്ദ്രൻ, ഇവരെക്കുറിച്ചെല്ലാം വലിയ തോതിൽ ആരോപണങ്ങൾ പ്രചരിപ്പിക്കാൻ ഇന്ന് കാലത്തുകൂടി പ്രചരിപ്പിക്കുന്നതായിട്ട് കണ്ടിരുന്നു. അവരെയെല്ലാം കുറ്റക്കാരല്ലെന്ന് കണ്ട് വിട്ടയക്കുന്ന നിലയാണ് സ്വീകരിച്ചിട്ടുള്ളത്. അപ്പോൾ ഒരു CPIM പോലുള്ളൊരു പാർട്ടിക്കെതിരെ അതിനീചമായ ഒരാരോപണം പടുത്തുയർത്തിയത് പൂർണ്ണമായി തകരുന്ന അവസ്ഥയാണ് ഇവിടെ ഉണ്ടായിരിക്കുന്നത്. ഇതിനകത്ത് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട ആളുകൾ, ആ ശിക്ഷിക്കപ്പെട്ട ആളുകളെ വെച്ചുകൊണ്ട് CPIMൻ്റെ മേലെ ഗൂഢാലോചനയുടെ ഭാഗം ഒരു തരത്തിലും ആരോപിക്കാൻ കഴിയുന്നതല്ല. അപ്പോൾ CPIM പൂർണ്ണമായും കുറ്റവിമുക്തമാക്കപ്പെടുന്ന അവസ്ഥയാണ് വന്നു ചേർന്നിട്ടുള്ളത്. ഈ ശിക്ഷിക്കപ്പെട്ട വ്യക്തികളിലുള്ള പാർട്ടി പ്രവർത്തകരെ പുറത്താക്കുകയോ അവർക്കെതിരെ നടപടി സ്വീകരിക്കുകയോ ചെയ്യുമോ? എങ്ങനെയാണ്? CPIM അംഗങ്ങളായിട്ടുള്ളവരെ എങ്ങനെ ഇതിൻ്റെ ഭാഗമായി എന്തൊക്കെ ഞങ്ങൾ പരിശോധിച്ചുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. ആ പരിശോധനയുടെ ഭാഗമായിട്ടുള്ള നിലപാടുകൾ സ്വാഭാവികമായിട്ടും ഞങ്ങൾ അത് പൂർത്തിയാക്കുന്ന നിലയെടുക്കും. കോടതി വിധി പൂർണ്ണമായും സ്വാഗതം ചെയ്യുകയാണോ അതോ ഈ 2 പേരും PK കുഞ്ഞനന്തനും KC രാമേന്ദ്രൻ മാസ്റ്റർ ഉൾപ്പെടെയുള്ളവർ അതിൽ എതിർപ്പുണ്ടോ പാർട്ടിക്ക്? കോടതി വിധിയെ അങ്ങനെ എതിർക്കുന്ന ഒരു നില ഞങ്ങൾ സ്വീകരിക്കുന്നില്ല. അതിൽ സഖാവ് കുഞ്ഞനന്തൻ ഇതിൽ ശിക്ഷിക്കപ്പെട്ടു എന്നുള്ളത് നിർഭാഗ്യകരമായൊരു വശമാണ്. അതിൽ ഈ കാര്യത്തിൽ ബന്ധമുള്ള ഒരാളല്ല കുഞ്ഞനന്തൻ എന്നാണ് ഇതേവരെ ഞങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. എന്നാൽ കോടതി വിധി ആ തരത്തിൽ ഞങ്ങൾ ഇപ്പോൾ അതിനെപ്പറ്റി മറ്റ് അഭിപ്രായങ്ങൾ പറയുന്നില്ല. വക്കീലന്മാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് എന്താണ് അവസ്ഥ എന്ന് മനസ്സിലാക്കി അതിനെപ്പറ്റി പിന്നീട് പറയുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ KC രാമേന്ദ്രൻ വ്യക്തിപരമായി നടപ്പാക്കി എന്നതാണോ പാർട്ടിയുടെ ഇതുവരെ കണ്ടെത്തിയ പാർട്ടി അന്വേഷണത്തിൽ? അല്ല, എന്താ കോടതി പറഞ്ഞതെന്ന് നോക്കട്ടെ, വിധി നോക്കിയിട്ട് മറ്റു കാര്യങ്ങൾ പറയാം. ബാക്കിയൊക്കെ നിങ്ങളുടെ കണ്ടെത്തലുകളാണ്.
ഞങ്ങളെ കണ്ടെത്തലുകളിൽ പാർട്ടിക്ക് ഇതിൽ ബന്ധമില്ല. പാർട്ടി ഇതുവരെ ഇതുമായിട്ട് യാതൊരു ബന്ധപ്പെടലും ഉണ്ടായിട്ടില്ല. ഞങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ഒരു ഗൂഢാലോചനയും നടത്തിയിട്ടില്ല. ഇക്കാര്യങ്ങളൊക്കെ ഞങ്ങൾ നേരത്തെ വ്യക്തമാക്കിയിട്ടുള്ളതാണ്. അതിലപ്പുറം ഇപ്പോൾ പറയാനില്ല. ആ സമയത്ത് ആഭ്യന്തരമന്ത്രി നേരിട്ട് അല്ല അതിന് വിരുദ്ധമായ നിലപാട് സ്വീകരിച്ചു. അതായത് നേരത്തെ ഉണ്ടായിരുന്ന ആഭ്യന്തരമന്ത്രി ഏതെങ്കിലും തരത്തിൽ ഈ കേസിൽ അന്വേഷണത്തിൽ ഇടപെട്ടതായി ആഭ്യന്തരമന്ത്രിയും ഗവൺമെൻറ്റുമല്ലേ ഇതിലെല്ലാം ഇടപെട്ടത്. മുഖ്യമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഗവൺമെൻറ്റും ഇടപെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന്മാരടക്കം സാധാരണ നടപടിക്രമങ്ങളിൽ നിന്ന് വ്യതിചലിച്ചുകൊണ്ട് ഒരു പാർട്ടിയെ ആകെ ആക്രമിക്കാനും കൊടുക്കാനുമുള്ള ശ്രമം നടത്തിയിരുന്നത്. അതാണ് ഇവിടെ പൊളിച്ചിട്ടുള്ളത്. സാക്ഷികളെ കൂറുമാറ്റിയതുമായി ബന്ധപ്പെട്ടും ആരോപണങ്ങൾ പാർട്ടിക്കെതിരെ ഉന്നയിക്കപ്പെട്ടു. സാക്ഷികളെ നിർബന്ധിച്ച് സാക്ഷി പറയിപ്പിച്ചാൽ ഇങ്ങനെ ഇരിക്കും. ഞങ്ങൾ കൂറുമാറ്റിച്ചതല്ല. ഞങ്ങളതുമായി ബന്ധപ്പെട്ട് ആരെയും കൂറുമാറ്റിക്കാൻ പോയിട്ടില്ല. പക്ഷേ തെറ്റായ രീതിയിൽ സാക്ഷികളെ ഉണ്ടാക്കിയാൽ ഇങ്ങനെ സംഭവിക്കും. അതാണ് സംഭവിച്ചിട്ടുള്ളത്. ഇതിലൊരു വലിയൊരു പ്രശ്നം, ഒരു കൊട്ടേഷൻ സംഘമാണ് ഈ ഒരു കൊല നടത്തിയിരിക്കുന്നത്. അവർക്ക് ഗൂഢാലോചനയിൽ 3-4 CPM നേതാക്കൾക്ക് അല്ലെങ്കിൽ 2-3 CPM നേതാക്കൾക്ക് പങ്കുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുകയും ചെയ്യുന്നു. അപ്പോൾ ഗൂഢാലോചന സ്ഥാപിക്കാൻ വേണ്ടി ഇപ്പോഴും നിങ്ങൾ പോകണ്ട. അങ്ങനെ ഒരു ശ്രമം നടത്തിയിട്ട് കാര്യമില്ല. അത് പൊളിഞ്ഞുപോയി. ഇനി വീണ്ടും നിങ്ങൾ ആ ശ്രമത്തിലേക്ക് തിരിയണ്ട. അതുകൊണ്ടൊരു ഗുണവും കിട്ടാൻ പോകുന്നില്ല. ഇവിടെ സംഭവിച്ചിട്ടുള്ളത് എന്താ? ഈ കോടതി വിധി വന്നാലേ മറ്റു കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റൂ. ഒന്ന് പിന്നെ തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു, അങ്ങനെ എന്തൊക്കെയോ പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളിലാണ് ശിക്ഷ വന്നിട്ടുള്ളത്. അത് മറ്റു കാര്യങ്ങൾ വരട്ടെ. ഗൂഢാലോചന പൂർണ്ണമായി തകർന്നുപോയി. അതിലേക്കിനി നിങ്ങൾ പോയിട്ട് കാര്യമൊന്നുമില്ല. കോടതി അത് ഉപേക്ഷിച്ചു എന്നാണ് തോന്നുന്നത്. കേട്ടില്ലേ? ആ പുഞ്ചിരിയിലെ കൊലച്ചിരിയാണ് അദ്ദേഹം ചിരിക്കുന്നത്. ഒരാളെ കൊന്നിട്ട് കൊലച്ചിരി ചിരിക്കുകയാണ്. ആ കൊലച്ചിരിയിലെല്ലാം ഉണ്ട്. അദ്ദേഹം സ്ഥിരമായി ചെയ്തുകൊണ്ടിരിക്കുന്ന രീതി അതാണ്. പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി എന്ന നിലയിൽ അദ്ദേഹം അറിയാതെ ഒരു ഈച്ച പോലും അനങ്ങില്ല എന്ന സ്ഥലത്താണ് TP ചന്ദ്രശേഖരനെ ഇത്രമാത്രം ക്രൂരമായി വെട്ടിനുറുക്കി കൊന്നത്. ആ വെട്ടിനുറുക്കി കൊന്ന പിണറായി വിജയൻ ഇപ്പോൾ ഭരണത്തിലാണ്. അതാണ് അദ്ദേഹത്തിന് അറിയാം കേരളത്തിലെ ജനങ്ങളെ എങ്ങനെ പറ്റിക്കാം, പാർട്ടി അണികളെ എങ്ങനെ പറ്റിക്കാം. അവരോട് ശങ്കരാടി പറയുന്ന പോലെ, ശങ്കരാടി പറയുന്നത് കേട്ടു നോക്കൂ. വർഗാധിപത്യവും കൊളോണിയലിസ്റ്റ് ചിന്താസരണികളും റാഡിക്കലായിട്ടുള്ള ഒരു മാറ്റമല്ല. ഇപ്പൊ മനസ്സിലായോ? അതായത് പാർട്ടിയെ വിവരമില്ലാത്ത പാർട്ടി അണികളെ വളച്ച് തിരിച്ച് പറിച്ച് അങ്ങനെ കൊണ്ടുവന്ന് അവരെ ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കും. മുന്നിലേക്ക് മുന്തിരി തൂക്കിയിട്ട് കുറുക്കനെ ഇങ്ങനെ ഇട്ട് കൊടുത്ത് വഴിയിൽ നടത്തിക്കുന്ന മാതിരി അവസാനം അണികളെ മുഴുവൻ കൊണ്ടുപോയി നശിപ്പിച്ച് ഒരു പരുവത്തിലെത്തിച്ച് അവസാനം പിണറായി വിജയൻ കോടാനുകോടി സംഭവിച്ച് പിണറായി വിജയൻ്റെ കൂടെയുള്ള കുറേ ആളുകൾ കോടിക്കണക്കിന് രൂപ സമ്പാദിച്ച് അവർ സ്വസ്ഥരായി. പാർട്ടിയിൽ അണികളോ ഒന്നും കിട്ടാത്ത എന്നും അന്നത്തെ മാതിരി തന്നെ ഇപ്പോഴും പട്ടിണി പാവങ്ങളായി കഴിയുന്നു. അവരിങ്ങനെ മുകളിലേക്ക് നോക്കിയിരിക്കുകയാണ്. വിപ്ലവം വരാൻ പോവുകയാണ്. ഏത് വിപ്ലവം എന്ന് പറയുന്ന സാധനം മണ്ണാങ്കട വരുന്നില്ല. മാത്രമല്ല നമ്മളെല്ലാം നശിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സംഭവമാണ് വിപ്ലവം എന്ന് പറഞ്ഞ് പറ്റിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് സത്യം. പിണറായി വിജയൻ്റെ 10,000 കോടി രൂപയുടെ അനധികൃത സമ്പാദ്യത്തിൻ്റെ വ്യക്തമായ രേഖകൾ എൻ്റെ കൈവശം കിട്ടിയപ്പോഴാണ് പിണറായി വിജയൻ്റെ ഓഫീസ് റെയ്ഡ് നടത്തുകയും എന്നെ കള്ളക്കേസിൽ കുടുക്കി അറസ്റ്റ് ചെയ്യുകയും എന്നോട് ഓഫീസും വീണ്ടും റെയ്ഡ് ചെയ്ത് ആ രേഖകൾ കടത്തിക്കൊണ്ടുപോവുകയും ചെയ്തത്. ഈ രേഖ ഞാൻ ആർക്ക് കൊടുത്തിരുന്നു? എൻഫോഴ്സ്മെൻറ്റിൽ കൊടുത്തിരുന്നു. എന്നാൽ ആ രേഖകൾ ഇന്നേ വരെ ഫലം കണ്ടില്ല. കാരണം എൻഫോഴ്സ്മെൻറ്റിന് അപ്പം തന്നെ പിണറായി വിജയന് കോള് വന്നു. രാധാകൃഷ്ണൻ എന്ന് പറയുന്ന ആൾ ഇത്രയും ബന്ധമായിരുന്നു അന്ന് പിണറായി വിജയന്. എന്ത് വിവരം ഉണ്ടെങ്കിലും അപ്പം വിവരം അറിയിക്കും. ആ കേസും തൂവന്മായി. പിണറായി വിജയന് അത്തരം സംവിധാനങ്ങളുണ്ട്. എന്ത് കള്ളത്തരം കാണിച്ചാലും BJPയുമായുള്ള ധാരണയുണ്ട്. കൃത്യമായി അദ്ദേഹത്തിൻ്റെ കേസുകളൊന്നും എവിടെ എത്തില്ല. നരേന്ദ്രമോദിയും അമിത്ഷാ പോലും അദ്ദേഹത്തെ സഹായിച്ചു കൊണ്ടിരിക്കും. പിന്നെ എങ്ങനെ ഈ നാട് നന്നാവും? നന്ദി, നമസ്കാരം.